മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനാം എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം, ഓ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹമത്രയോ വലിയതാണ്, അവിടുന്ന് നമ്മോട് കാട്ടിയ സ്നേഹമത്രയോ വലിയതാണ്. ലോകസ്ഥാപനം മുമ്പേ നമ്മെ കണ്ടല്ലോ, അവിടുത്തെ പുത്രനിലൂടെ നമ്മെ തിരഞ്ഞെടുത്തല്ലോ, അവിടുത്തെ പുത്രന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ്, ഒരാഴ്ച കൂടെ ഞങ്ങളെ വിട്ടു കടന്നുപോയി. ഈ പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതം ആരംഭിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ നമസ്കരിപ്പാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയുടെ രക്ഷയെ ഓർത്ത് അങ്ങയുടെ നാമത്തെ വർണ്ണിപ്പാൻ, ഉയർത്തുവാൻ ഇന്ന് രാവിലെയും ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം, അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഇരുത്തണമേ. അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. ഹൃദ്യമായ അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ. ഞങ്ങളെ അകക്കണ്ണ് തുറന്ന് അങ്ങയെ കാണുവാൻ, അങ്ങയുടെ സ്പർശനം അനുഭവിപ്പാൻ, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പാൻ, പ്രത്യാശ വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാതെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടി വരുത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരാഴ്ച കൂടെ കടന്നു വരുവാൻ, ഒരു ഞായർ പകൽക്കാലം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 84, 84-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 84, 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരികലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്.
അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ, നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ നന്മയും മുടക്കുകയില്ല. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ദയോർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഏതാണ് ആ ഭാഗ്യപദവി? 4-ാം വാക്യത്തിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 5-ാം വാക്യം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 12-ാം വാക്യം നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ആലയത്തിലെ നന്മ പ്രാപിപ്പാൻ, അവനിൽ ആശ്രയിപ്പാൻ, ബലം അവനിൽ, അതായത് നമ്മുടെ വിശ്വാസം അവനിൽ അർപ്പിപ്പാൻ ഇന്ന് രാവിലെയും കൃപ പ്രാപിച്ചവരാണ് നാം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് അവനോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. കർത്താവേ, നീ എന്നും യോഗ്യൻ, നീ മാത്രം യോഗ്യൻ. സകല നാമത്തെക്കാളും മേലായ നാമമുള്ളവനെ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യൻ. സ്തുതിക്ക് നീ മാത്രം യോഗ്യൻ, ബഹുമാനത്തിന് നീ മാത്രം യോഗ്യൻ, ആരാധനയ്ക്ക് നീ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. നമുക്ക് അവനോട് ഹൃദയത്തിൽ ഇത് പറയാം, കർത്താവേ, നീ മാത്രം യോഗ്യൻ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദേവാദിദേവൻ നീ രാജാധിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും വിണ്ണിലും ആരാധനാം നീ, ഉന്നത നന്ദനം നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ.
സ്വീകരിപ്പാനെന്നും നീ എന്നും യോഗ്യൻ എന്ന് പറയാം. അവനോട് പറയാം, കർത്താവേ നീ എന്റെ രക്ഷകൻ, നീ എന്റെ യോഗ്യൻ, നീ എന്റെ മധ്യസ്ഥൻ, നീ എന്റെ യോഗ്യൻ, നീ മാത്രം സത്യതയോ, നീ എന്റെ യോഗ്യൻ. You are worthy, Lord, you are worthy, you are worthy, you are holy. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനായി. സ്തോത്രം സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Lord, praise you, Lord, praise you, Lord. We thank you, Lord, we worship you, Lord, we worship you. ഞങ്ങളെ ആരാധിക്കുന്ന നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Lord, praise you, Lord. വാദകർ മധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പാവമായി തീർന്നവനെ, ഞങ്ങളുടെ പാപത്തെ ഏറ്റെടുത്തവനെ, ഞങ്ങളെ രക്ഷിച്ചവനെ, ഞങ്ങളെ നിത്യജീവൻ നൽകി തന്നവനെ, ഞങ്ങളുടെ ആത്മാവിനാ ഞങ്ങളുടെ ഉള്ളത്തെ നിറച്ചവനെ, പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിൽ നൽകി തന്നവനെ, നിത്യജീവനെ തന്നവനെ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Lord, 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 thank you. ആരാധനയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനോട് പറയാം, അങ്ങന്റെ പ്രാണപ്രിയനാണ്. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ്റെ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ നമുക്ക് കർത്താവിനോട് പറയാൻ കഴിയും, കർത്താവെ ഞാൻ നിന്നതല്ല, അങ്ങനെ നിർത്തിയതാണ്, അങ്ങനെ അനുഗ്രഹിച്ചതാണ്, അങ്ങനെ നടത്തിയതാണ്, അങ്ങനെ പരിപാലിച്ചതാണ്. അങ്ങയുടെ കൃപയാണ് ഞാൻ നിൽക്കുന്നത്, അങ്ങയുടെ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ ഗാനം കൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ
എണ്ണിയാൽ തീരാത്ത നന്മകൾ, തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്നെ നടത്തിയത് നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയാ, ദയാ, നിത്യദയാ, നിന്നത് നിന്നത് കൃപയാ, ദൈവ കൃപയാ, നിർത്തുന്നതും ദൈവത്തിന്റെ ദയാൽ. ഹല്ലേലൂയ. നാം നിന്നതല്ല, അവിടെ നമ്മെ നിർത്തിയതാണ്. അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം, ദൈവത്തോട് നന്ദി പറയാം. അവിടുത്തെ വിശ്വസ്തതയോർത്ത്, അവിടുത്തെ കരുണയോർത്ത്, അവിടുത്തെ പരിപാലനത്തെ ഓർത്ത്, അവിടുത്തെ ദയോർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, we praise you Lord, we praise you Lord, we praise you Lord, we praise you Lord. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കൃപയാൽ, 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 കൃപയാൽ. ഹല്ലേലൂയ. കൃപയും കൃപയും വിശ്വസ്തതയും ഓർത്ത് ഞങ്ങളൊക്കെ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നന്ദി പറയാം, നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ചങ്കിലെ ചോര നമ്മെ വീണ്ടെടുത്ത്, ഹല്ലേലൂയ, അവിടുത്തെ മക്കളാക്കി തീർത്തതോർത്ത് അവിടുത്തേക്ക് നന്ദി പറയാം, നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, 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 thank you Lord. ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിൻമീതെ വഹിക്കും പോലെ, കൂരിന്റെ താഴ്വരയിൽ ഭയം കൂടാതെ നടപ്പാൻ ശക്തി തന്ന ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ അച്ചുകുഞ്ചാൻ ഇപ്പോൾ ചുരുക്കം വാചികൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Yes, Lord. നന്ദിയുള്ള ഹല്ലേലൂയ. നന്ദിയോട്, നന്ദിയോട്, നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. Yes, Lord. Thank you, Lord. Yes, Lord. Hallelujah. Amen. സ്തോത്രം, 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 സ്തോത്രം. Amen, amen, amen. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്നു. Before I go further, I invite our youngsters to come forward and recite the word. He's coming on the clouds
is in the law of the Lord, and in his law he meditates on it day and night. Joshua 24, verses 15. For me and my house will serve the Lord. Isaiah 40, verse 8. The grass withers, the flowers fades, but the word of God stands forever. Ephesians 6 verse 70, take the helmet of the salvation and the sword of the Spirit, which is the word of God. For whoever shall keep the whole law and yet stumble in one point, he is guilty of all. Hebrews 4 verse 12. For the word of God is living and powerful, sharper than a two-edged sword, piercing even to the soul and spirit, and of joints and marrow. This is a discerning of thoughts and intents of the heart. Hebrews 3, verse 1 and 2. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. If we confess our sins, he is faithful and just to forgive us of our sins and to cleanse us from all unrighteousness. 1 John 1, verse 9. Therefore, holy brothers and sisters, fix your thoughts on Jesus. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. Hebrews 3, verse 1 and 2. 1 Corinthians chapter 15, verse 22 and 21 and 22. For since by a man came death, by a man also came resurrection of the dead. For since by Adam all died, so as in Christ all are made alive. There is no wisdom or understanding or counsel against the Lord. The horse is prepared in the day of battle, but deliverance is of the Lord. Proverbs 21, verses 30 and 31. Be still and know I God. പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾക്ക് സാമുവൽ ജോഷുവ പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സഭയായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം തന്ന ദാനങ്ങളാണ്. അവർ ദൈവസഭയിലാണ് വളരുന്നത്. കർത്താവിൻ്റെ കൃപധാരണമായവരിൽ ഉണ്ടായിരിക്കട്ടെ. നിത്യതയോളം നിലനിൽക്കുന്ന ദൈവസ്നേഹം ഉള്ളിൽ കൊടുക്കട്ടെ. ദൈവവനത്തിൻ്റെ ആളുകൾ ഗ്രഹിപ്പാൻ കർത്താവ് കൃപ കൊടുക്കട്ടെ. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കട്ടെ. ഹല്ലേലൂയ. വളരുന്തോറും ദൈവസഭയ്ക്കും ദൈവഭവനത്തിലും കുടുംബങ്ങൾക്കും അനേക വിഷയങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾ തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സാമുവൽ ജോഷുവ പ്രാർത്ഥിച്ചാട്ടെ. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Lord. Yes, Lord. Thank you, Father. We love you. Amen. Thank you. Thank you. God bless you. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൂമിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച ക്രൂശിൻ്റെ പ്രശംസ, ക്രൂശിലുള്ള പ്രശംസ, ബോസ്റ്റിംഗ് ഇൻ ദ ക്രോസ്. അതിന് രണ്ടാം ഭാഗത്തിലേക്ക് ഈ പകൽക്കാലം ഞാൻ വരാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. Until the day in which he was taken up, after he through the Holy Spirit had given commandments to the apostles whom he had chosen.
to whom he also presented himself alive after his suffering, by many infallible proofs, being seen by them during 40 days, and speaking of the things pertaining to the kingdom of God. After his suffering, that was the cross. After his suffering. ക്രൂശിന് ശേഷം അതൊരു പുതിയ ആരംഭമാണ്. സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ചരിത്രം, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ജനനം, അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അവൻ ആരെന്ന് വെളിപ്പെടുത്തത്, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, നമ്മളുടെ മധ്യ ഒത്തിരി കാര്യങ്ങൾ അത് പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നില്ല. ജീവിതത്തിൻ്റെ വ്യത്യാസം വന്നൊരു പുതിയ ജീവിതം ആരംഭിക്കുന്ന ക്രൂശ് കൊണ്ടാണ്. സ്തോത്രം. യേശു ഇവിടെ വന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഉപദേശം ചെയ്ത് കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ മറ്റ് അവതാര പുരുഷന്മാരെ പോലെ ഒരു വ്യക്തിയായി പോകുമായിരുന്നു. എന്നാൽ മാനവജാതിക്ക് വേണ്ടിയാണ് വന്നത്, മരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആരും ജനിക്കുമ്പോൾ മരിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത് പറഞ്ഞ് തുടങ്ങത്തില്ല, ജീവിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത്. പക്ഷെ അവൻ ജനിച്ചത് തന്നെ മാനവജാതിക്ക് വേണ്ടി ജീവനെ കൊടുക്കാനാ. സ്തോത്രം. സോ അതുകൊണ്ട് ക്രൂശിൻ്റെ ചരിത്രം. അപ്പോൾ ഇതെന്ന് തീരും ഭാഷ ഈ ക്രൂശ്? എന്നും ക്രൂശെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്നും തീരുന്ന സാധനമല്ല ഇത്. കർത്താവേ, സ്വർഗപിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് വീണ്ടും സംസാരിക്കുമല്ലോ. അവിടുത്തെ വചനത്തിൽ ആഴം ഗ്രഹിപ്പാൻ കൃപ തരണമേ. അടിയനോടും അടിയൻ്റെ പ്രിയപ്പെട്ടോടും സംസാരിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ക്രൂശിൻ്റെ ചരിത്രം എന്തിനാണ് ഈ വേർഡ് ഉപയോഗിച്ചത്? നമ്മൾ ഇയോളജി ഓഫ് ദ ക്രോസ്, ഇയോളജി എന്ന് പറയുമ്പോൾ പ്രൊണൗൺസിയേഷൻ ശരിയാണോ? അത് തന്നെ. അങ്ങനെ പറയുമ്പോൾ സാധാരണ ഇതെവിടാ പറയുന്നറിയാമോ? അതിന് സഭായോഗത്തിന് ഒരു പ്രോഗ്രാമായിട്ടൊന്നും വെക്കത്തില്ല. എന്നാൽ ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി ക്ലോസായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി പറയുന്നതാണ് യോളജി. എങ്ങനെയാണ് ആരംഭിച്ച് എന്തുമെല്ലാം ചെയ്തു, ആരാണിത്, അദ്ദേഹം, ആ വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന പബ്ലിക് എല്ലാവർക്കും അറിയത്തില്ലല്ലോ ആരായിരുന്നു ഇത്, അദ്ദേഹത്തിൻ്റെ എന്താണ്. അപ്പം അദ്ദേഹത്തെ പ്രശംസിക്കുമല്ല, ചരിത്രം പറയുക, വിഷയങ്ങൾ. പക്ഷേ ഇവിടെ ക്രൂശിനെ കുറിച്ച് ചരിത്രം മാത്രമല്ല, പ്രശംസ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രൂശ് അവിടെയാണ് നാം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പ്രശംസിക്കുന്നുവെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ. പിന്നെ എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടെങ്കിൽ യഹോവയായ കർത്താവ് ദേശത്ത് ഭൂമിയിൽ നീതിയും ന്യായവും ദയയും നടത്തുന്നു എന്നതിൽ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് യാതൊന്നും പുകഴുവാനില്ല. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ പറയാറുണ്ട്, നമുക്ക് യാതൊന്നും പുകഴുവാനുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കണ്ടതിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രൂശ് എന്ന ആ ഫോക്കസ് നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നാം ആരായിരുന്നു, നാം എവിടം വരെ വന്നു, നാം ആരാണ്, ആരാകും, ഇതൊക്കെ ചിന്തിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേജാണ് ക്രോസ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായതെല്ലാം ഛേദമാ. കാരണം ഐ ആം എ സ്പിരിച്വൽ മാൻ ഈസ് കൗണ്ടിങ് മാൻ. എനിക്ക് ഭൂമിയിൽ ഒത്തിരി ലാഭമായത് കാര്യങ്ങൾ പുകഴുവാൻ ഒത്തിരി കാര്യമുണ്ട്. ഞാനൊരു യഹൂദനാണെന്ന് തുടങ്ങുക, അവൻ പരീശനാ, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ പഠിച്ചവനാ, എല്ലാ കഴിവും പ്രാപ്തിയും എല്ലാം ഉള്ള ഒരു വ്യക്തി.
അവന് പറയാനാണെങ്കിൽ പാരമ്പര്യം പറയാനുണ്ട്. സ്തോത്രം. അനേകരും ദൈവവചന പ്രകാരം വിട്ടുപോരുവാൻ തടസ്സമായിരിക്കുന്ന പാരമ്പര്യങ്ങളാണ്. അവരൊക്കെ ശരിക്കും നോക്കേണ്ടത് പൗലോസിനെയാണ്. സ്തോത്രം. ഒത്തിരി കാലം വരെ, പക്ഷേ അതെല്ലാം ഞാനത് പുറകിലാക്കി. അതൊക്കെ എന്ത് ചെയ്തു? ചപ്പെന്നും ചവറെന്നും വേണ്ടി. എന്താ കാര്യം? മുൻപിലുള്ള ലാക്കിനെ നോക്കി എന്നെ ഓടുകയാണ്. സ്തോത്രം. ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാ. പിടിക്കാമോ, അതാ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പിടിക്കാമോ എന്ന് ഓടുമ്പോൾ നമുക്കൊരു എയിം വേണം, നമുക്കൊരു ഗോൾ വേണം. നാം എങ്ങോട്ടാ പോകുന്നത് നമുക്ക് തന്നെ അറിയണം. അതുകൊണ്ടാണ് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. പക്ഷേ നമ്മൾ നോക്കിപ്പോവും. അതുകൊണ്ട് ആരുണ്ട് കൂടെ? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ പറഞ്ഞതാ, മാനവ ചരിത്രത്തിന് 4 ആരംഭങ്ങളുണ്ട്. ഓർക്കുന്നുണ്ടോ? മാനവ ചരിത്രത്തിന്. എന്നാൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയിൽ ഇപ്പോൾ 5 ഉണ്ട്. ഇനി കൂടി വരുമായിരിക്കും, അറിയത്തില്ല. ഒന്നാമത്തെ ചരിത്രം ആരംഭിക്കുന്നത് എവിടെയാ? ആദാമില ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. ഗോഡ് പുതിയ ആരംഭങ്ങൾ ദൈവമായി. ദൈവം ഈ ഒരു കാര്യം സാധിച്ചില്ല, ശരിയായില്ല, ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്ന് വിചാരിച്ച ഗിവപ്പ് ചെയ്യുന്നവനല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ എന്നേ ഗിവപ്പ് ചെയ്തേനെ. അല്ലയോ? അതിന് ഉദാഹരണമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അറിയാമല്ലോ. കുശവനെ പഠിപ്പിക്കുക. ആരെയാ പഠിപ്പിക്കുന്നത് അറിയാമോ? പ്രവാചക പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ നല്ല ഭാഷ പറയാൻ പോകുന്നതുകൊണ്ടാണ് കുഴപ്പം വരുന്നത്. പോട്ടെ, സാധാരണ ഭാഷയൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ നല്ലതായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പം പ്രവാചകനെ ഇത്രയേ ഉള്ളൂ. പ്രവാചകൻ, ഏറ്റവും വലിയ പ്രവാചകന്മാരുടെ ഇഷ്ടപ്പെട്ട യിരെമ്യാവിനോട് പറയുക, നീയും ചില കാര്യം പഠിക്കാനുണ്ട്. അപ്പം എല്ലാവർക്കും പഠിക്കാനുണ്ട്. 17 അധ്യായങ്ങളിലൊക്കെ അവന് വലിയ വലിയ പ്രവാചകനാണ്. പക്ഷേ ഇനി വന്നൊരു കാര്യം പറയട്ടെ. തൽക്കാലം ഇപ്പം പ്രവചിക്കാനൊന്നും പോകണ്ട, ആ കുശവൻ്റെ വീട്ടിലോട്ട് പോകും. ഞാൻ അവിടെ നിന്നെ ചില കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാം, കേൾപ്പിക്കാം. ദൈവം ചില കാര്യങ്ങൾ, ചില നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സദൃശ്യവാക്യങ്ങളിൽ? ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കാൻ. അയ്യോ, അപ്പോൾ നമുക്കിനി എന്തോതിൻ്റെ ബുദ്ധിയുടെ കുറവാ? എന്തുമല്ല, നമ്മൾ അമേരിക്കയിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ദൂരത്തിൽ നിന്ന് ഇവിടെ വരെ വന്നില്ലയോ? ഇതിനെ കൂടുതൽ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യം ഞങ്ങൾക്ക് എന്തോ ഭാഗ്യമായി ലഭിച്ചത്. നമ്മൾ ഇവിടെ വന്നു ഭാഗ്യമൊന്നും അല്ല കേട്ടോ. ഉപജീവനത്തിലൂടെ ദൈവം അയച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെയും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ആ സഹോദരി പറഞ്ഞതുപോലെ, എവിടെ അയച്ചാലും ഏത് സാഹചര്യമാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കുന്ന ദൈവപൈതലായ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആരംഭം യിരെമ്യാവിനോട് പറഞ്ഞത് എന്തുവാ? കുശവന് കളിമണ്ണ് കൊണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം, കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നു. അറിയാവുന്ന കാര്യം നിങ്ങൾ. ആ പാത്രം എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ വെച്ച് തന്നെ അതാ പറ്റിയത് മാനവജാതിക്ക്. കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായി ഈ പാത്രം, അല്ലയോ? ഏതിലെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയ ശേഷം ഏതനുണ്ടായത്? കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഇത്. പക്ഷേ അവൻ്റെ കയ്യിൽ വെച്ച് തന്നെ അങ്ങനെ ആയിരിക്കുന്നു. ചീത്തയായിപ്പോയി. സാധാരണ കുശവന്മാരൊക്കെ എന്ത് ചെയ്യും? കാരണം വേറെ മണ്ണുണ്ടല്ലോ. സ്തോത്രം. ഇതിൻ്റെ പുറകെ മെനക്കിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ വേറെ മണ്ണ് ഇവൻ എടുത്തില്ല. അവൻ ആ കൈ വെച്ച് തന്നെ അതിനെ ഒരു പുതിയ ആരംഭം കൊടുത്തു. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ചരിത്രം, നമ്മുടെ ചരിത്രം. സ്തോത്രം. അവൻ നമ്മെ കണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ജനിപ്പാൻ സാവകാശം ഒരുക്കിയത്. അവൻ്റെ കയ്യിലായിരുന്നുകൊണ്ടാ. സ്തോത്രം. പലരും പറയാനുണ്ട്, കർത്താവിനെ കണ്ട നാൾ മുതൽ അവനക്ക് നല്ലവൻ. അല്ലല്ലല്ല, അതൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം കർത്താവിനെ കണ്ടതുകൊണ്ട് ദൈവനോട് കൂടെ ഇരിക്കുന്നു പറയുന്നത് തെറ്റില്ല. പക്ഷെ അതല്ല ശരിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്.
അവനെ കാണാൻ ഒരുക്കിയ മുഖാന്തരം അവനാ. ജനിച്ചത് ഭൂമിയിൽ 18-ാമത്തെ വയസ്സിലാണ് രക്ഷകനെ കണ്ടെങ്കിൽ 18 വരെ സൂക്ഷിച്ചത് അവനാ. 18 വരെ ആയപ്പോഴും ആ കരങ്ങൾ തന്നെ വഹിച്ചത് 19-ാമത്തെ വയസ്സിൽ ആരംഭം വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ ഹീ മെയ്ഡ് ഇറ്റ് അഗെയിൻ. അവനതിനെ വീണ്ടും ഒരു പാത്രമാക്കി. എങ്ങനത്തെ പാത്രം? മാനപാത്രമാക്കി തീർത്തു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ ബന്ധപ്പെട്ടത് മുമ്പോട്ട്. ഒന്നാമത്തെ ആരംഭം മനുഷ്യനെ കൊണ്ട്, ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ അവനു പാർക്കുവാൻ, അവനു വേണ്ടിയ ഏദൻ തോട്ടമുണ്ടാക്കിയത്. നമുക്കൊക്കെ ചെറിയ 4, 5, 3, 2 വീടുള്ള മുറിയുള്ള ഒരു വീടുള്ളപ്പോൾ അവനൊരു തോട്ടം മുഴുവനും വീടാണ്. അത് അവൻ്റെ ഭവനമാണ്. അവന് പ്രത്യേകിച്ച് ഈ മുറി ഉറങ്ങിക്കോ, അവിടെ പോയി കുക്ക് ചെയ്യുക, അങ്ങനൊന്നുമില്ല. ആ തോട്ടത്തിലാവന് പുതു നിയമത്തിലെ തോട്ടമായി ഈ തോട്ടം. സ്തോത്രം. അപ്പോൾ ആ തോട്ടത്തിൽ അവനെ ആക്കി. അവനോട് എല്ലാം അറിയാവുന്ന കാര്യം കൊണ്ട് പെട്ടെന്ന് അവനെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒരു കാര്യം വന്ന് ഇന്ന് മാത്രം തിന്നത് നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. പക്ഷേ ദൈവം അവന് ഒരു പരിഹാരം കൊടുത്തു, ഒരു പുതിയ ആരംഭം ഇട്ടു. അപ്പോൾ ഒന്നാമത്തെ ആദാമ്യ ആരംഭം. ഇതൊന്നും ഡീറ്റെയിൽ. രണ്ടാമത്തെ എന്തുവാ? ഒന്നാമത്തെ ആരംഭം 2 പേരാൽ, രണ്ടാമത്തെ ആരംഭം 8 പേരാൽ. സ്തോത്രം. രണ്ടാമത്തെ ആരംഭം ജനം. ബൈബിളിലേക്ക് കൃപ പെരുകിയെടുത്ത്, പാപം പെരുകിയെടുത്ത് കൃപയും പെരുകി. കൃപ പെരുകിയെങ്കിലും കിട്ടിയത് ഒരുത്തനേ ഉള്ളൂ. ആർക്കാ? നോഹയ്ക്ക്. കൃപ പെരുകിയെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ഇന്ന് പകൽ ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അത് അനുഭവിക്കണമെന്നില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്നു വിചാരിച്ച് എല്ലാവരും അത് കേൾക്കണമെന്നില്ല, ഗ്രഹിക്കണമെന്നില്ല. സ്തോത്രം. എന്നാൽ നോക്കണം, മാനവജാതി മുഴുവനും പാപം ചെയ്ത് ദൈവത്തിന് അകന്നിരിക്കുമ്പോൾ അന്നത്തെ ഒരുവന്, നോഹയ്ക്ക്, അത് 6:8 എന്നാൽ എഴുതിക്കുന്നല്ലയോ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ ഒരു പുതിയ ആരംഭം. സ്തോത്രം. അടുത്ത് അബ്രഹാം. ആദ്യം 2 പേര്, പിന്നെ 8 പേര്, പിന്നെ ഒരു കുടുംബം. എവിടുന്നാ? വിഗ്രഹങ്ങളുടെ നാട്ടിൽ നിന്ന്. അപ്പൻ്റെ ജോലി ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും ജോലി എന്തുമായിരുന്നു? വിഗ്രഹമേ ഉണ്ടാക്കി വിൽക്കുക. ഇവനും ആ സിറ്റുവേഷനില്ല. അപ്പം ഞാനങ്ങ് ചിന്തിക്കുക, എൻ്റെ ചിന്തയാണേ, വിഗ്രഹങ്ങളുടെ നാട്ടിൽ പാർക്കുന്നവൻ കണ്ണുണ്ട് കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല, മൂക്കുണ്ട് മണക്കത്തില്ല, കാലുണ്ട് നടക്കത്തില്ല. ഇതിനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു താല്പര്യം, ജീവനുള്ളതാ അല്ലയോ ദൈവം, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. നമ്മുടെ താല്പര്യം ആ വിഷയം കേട്ടോ. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്, അത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വിശ്വസിക്കുന്ന അബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരു ജീവനുള്ള ദൈവത്തെ പറ്റി ഒരു താല്പര്യം കാണും, ഒരാഗ്രഹം കാണും. അങ്ങനെ ഉള്ളവനാണെങ്കിൽ അബ്രഹാമെ വിളിച്ചു. അബ്രഹാമ്യ ആരംഭം. കൽദയറിനെ യഹൂദൻ അല്ലെങ്കിൽ എബ്രായനാക്കി മാറ്റി. എപ്പോഴും ആരംഭത്തിൽ എന്തുണ്ട്? ഒരു പുതുമയുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതുവരെ ആരാണ് അവന്? കൽദയൻ. കൽദയനായ അബ്രഹാമിനെ അവൻ മുഖാന്തരം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ എന്ന പേരാക്കി. അത് ഇന്നും നിലനിൽക്കുന്നു. കൽദയൻ ഇന്ന് ഓർക്കുന്നുമില്ല. അപ്പൊ അബ്രഹാമി ആരംഭം നീണ്ട വർഷങ്ങൾക്ക് ശേഷം സ്വന്തം പുത്രൽ കൂടിയുള്ള ആരംഭം. ഇത്ര നമുക്ക് പരിചയമുള്ള ആരംഭങ്ങളാണ്. സ്തോത്രം. അതിൽ 400 വർഷം ഇരുണ്ട സമയം, ഒരു വെളിച്ചവുമില്ലാത്ത സമയം. അവിടെ എന്നാലും അവിടെയൊക്കെ ആലയത്തിൽ ധൂപം കാണിക്കുന്ന എല്ലാം ഉണ്ട്. അതാണല്ലോ സെക്രിയ പുരോഹിതൻ. എല്ലാം ഉണ്ടെങ്കിലും ബൈബിൾ പറയുന്നു എന്തുവായിരുന്നു? ഇരുൾ നിറഞ്ഞ കാലയളവ്. അവിടെ ഒരു പുതിയ ആരംഭം. ആരെ? വെളിച്ചമായവൻ വന്നു. സ്തോത്രം. അപ്പോൾ സ്വന്തം പുത്രൽ കൂടി ആരംഭത്തിൽ ദൂതന്മാർ പറയാ, ഇവൻ ആരാന്നറിയാമോ?
രക്ഷകനാ. Praise the Lord. രക്ഷിക്കുന്നവൻ എന്നല്ലേ ഇരിക്കുന്നത്. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അപ്പൊ ഇതുവരെ വന്നവനെ പോലെയല്ല ഇപ്പൊ വന്നവൻ. ജനത്തെ രക്ഷിക്കുന്നവൻ. അങ്ങനെ രക്ഷിക്കുന്ന ആരും ഇതുവരെ വന്നില്ല. ആദാവും ഇല്ലായിരുന്നു, നോഹയും ഇല്ലായിരുന്നു, അബ്രഹാവും ഇല്ലായിരുന്നു. രക്ഷിക്കുന്നവൻ, ജനത്തെ രക്ഷിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ആരെന്തറിയാമോ? ഇമ്മാനുവേൽ. ഒരു നല്ല സ്വത്രം എന്ന് പറഞ്ഞേ. ഒന്ന്, ജനത്തെ രക്ഷിക്കുന്നവൻ. രണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അത് ആദാവുമല്ല, നോഹയുമല്ല, അബ്രഹാവുമല്ല. ഇവരെയൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് ദൈവമായിട്ടല്ല, ടു റിഫ്ലക്റ്റ് ഹിസ് ഇമേജ് ഓൺ ദിസ് എർത്ത്. ദൈവം ആരെന്നുള്ളത് ഭൂമിയിൽ പ്രതിഫലിച്ച് കാണിക്കേണ്ടതിന്. അതേ സ്റ്റേറ്റ്മെന്റാ ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. അതേ സ്റ്റേറ്റ്മെന്റ് അത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നത്രേ. ഞാൻ പറയട്ടെ, മുമ്പോട്ട് പോട്ടെ. അപ്പോൾ അവൻ രക്ഷിക്കുന്നവൻ, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അവൻ അത്യുന്നതന്റെ പുത്രൻ, അവൻ ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്നേക്കുമുള്ള രാജാവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി രാജാക്കന്മാർ ഭരിച്ച നാടാ. ഇന്ന് ആ കാസ്റ്റൽസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല ഇവിടെ. പക്ഷേ ഇവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്കുമുള്ള രാജാവ്. അടുത്തത് വിശുദ്ധ പ്രജ. ഒരു സ്വത്രമൊക്കെ പറഞ്ഞേ, എന്ത് നല്ല ആരംഭമല്ലേ. അപ്പോൾ ബിഗിനിങ് ഫ്രം ദ ബിഗോട്ടൻ സൺ ജീസസ്. ഒന്നാമത്തെ ആരംഭം ആദാമിൽ കൂടെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരിൽ കൂടെ. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ രണ്ടാമത്തെ ആരംഭം, ഞാൻ അതാ പറഞ്ഞത്, ദൈവം തൻ്റെ പ്രവൃത്തി നിവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു കാര്യം ചീത്തയായി പോയി കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് ദൈവത്തിന് വേറെ പ്ലാൻ ഇല്ലെന്ന് വിചാരിക്കുക. ദൈവിക പ്ലാൻ നടന്നു തന്നെ ഇരിക്കും. സ്തോത്രം. ഒരു പാത്രം എടുത്തു കളഞ്ഞാൽ വേറെ പാത്രം ഉണ്ടാക്കാൻ അവനുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഭൂമി പാഴും ശൂന്യമായി എന്ന് ബാക്കിയില്ലയോ? ഭൂമി ഉണ്ടാക്കിയത് അങ്ങനെയാണോ? അല്ല. പാഴും ശൂന്യമായി പോയപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വേറൊരു ഭൂമി ഉളവാകട്ടെന്ന് പറഞ്ഞാൽ പോരായോ? അതില്ല. അവനതിനെ എന്ത് ചെയ്തു? ആത്മാവ് അതിന്മേൽ വ്യാപരിച്ച് അതിനെ പുതുതാക്കി. സ്തോത്രം. അങ്ങനെയാണ് നമ്മളും പുതുതായത്, ആത്മാവ് വ്യാപരിച്ചതുകൊണ്ടാണ്. മുൻപോട്ട് പോട്ടെ, നിൽക്കുന്ന സമയമില്ലല്ലോ. അപ്പോൾ ഇതാണ് 4 ആരംഭങ്ങൾ. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട സമയം മാറി വെളിച്ചത്തിലേക്ക് വന്നു, ഇതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ പറയട്ടെ, ഈ പോട്ടയിലും അവിടെ ഇവിടെയൊക്കെ ധ്യാനത്തിന് പോകുന്നവരുണ്ട്. സ്വഭാവം മാറുന്നു, നിത്യത കിട്ടിയില്ല. സ്വഭാവം മാറി. നമ്മുടെ ആ ജോസഫ്, ഞങ്ങളോടുള്ള ജോസഫിൻ്റെ അപ്പൻ മുക്കുടിയനായിരുന്നു. അവസാനം പോട്ടയിൽ പോയി, അവിടെ പോയി 21 ദിവസം 40 ദിവസം താമസിച്ചവൻ കുടി മാറി. പക്ഷേ രക്ഷകനെ കണ്ടില്ല. കുടി മാറുന്നതാണോ വിഷയം, നിത്യതയാണോ വിഷയം? ഇത് മനസ്സിലായോ? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോസഫ് തന്നെ പറഞ്ഞു അത് വീണ്ടും തുടങ്ങിയെന്ന്. ഇതിനേ ഉള്ളു കാര്യം. അപ്പോൾ അതല്ല വിഷയം. എന്നാൽ സഡൻ ബ്രേക്ക് ഇട്ട് ഇന്നുവരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നവൻ
ജീവിതം മാറും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതാര് കൊടുത്ത കൃപയാ? ദൈവം കൊടുത്ത കൃപയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുൻപോട്ട് പോട്ടെ. അപ്പോൾ ഈ 4ാമത്തെ ആരംഭം, അവൻ വന്നു നിത്യരാജാവായി, ദൈവപുത്രനായി, അത്യുന്നതിന്റെ പുത്രനായി, വിശുദ്ധ പ്രജയായി, ദൈവം നമ്മോട് കൂടെ. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ആരംഭം ക്രൂശിൽ നിന്നുള്ള ആരംഭമാണ്. The beginning from the cross. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിനെ അടക്കിയതിനു ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ശ്രുതി ചിലരൊക്കെ പറഞ്ഞു. മഹാപുരോഹിതന്മാർ കേട്ടു. കുറച്ച് പൈസയൊക്കെ പിരിച്ചെടുത്ത്, ഞാൻ അങ്ങനെ പറയുക, ഒരാളെ പട്ടാളക്കാരെ ഇങ്ങ് വിളിച്ചു, ഇത് കൈ ഇരിക്കട്ടെ. അതെന്താ കാര്യം? ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി എന്നൊരു കഥ, അങ്ങനെ എഴുതിക്കുന്ന ബൈബിളിൽ കഥ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കഥ ഇന്ന് വരെ പ്രചരിക്കുന്നതായിരിക്കുന്നത്. ഒരു കഥ. എന്തോ ആ കഥ? നസ്രയന്റെ കഥ കഴിഞ്ഞു എന്നുള്ള കഥ. ദൈവമക്കൾ, ഞാൻ പറഞ്ഞു, നാം ഈ ഇന്നത്തെ രാത്രി കേട്ടോ, ഈ ലോകത്തിൻ്റെ പ്രത്യേകത, ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. സത്യം അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഇത് ദൈവവചനമാണെന്നും ദൈവത്തിൻ്റെ വെളിച്ചം ഇതിനകത്തുണ്ടെന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഇഗ്നോർ ചെയ്യുക. താല്പര്യമില്ല. സ്തോത്രം. പുരോഹിതന്മാർക്ക് അവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന്. അവർ പഠിച്ചതല്ലേ, വായിച്ചതല്ലേ ന്യായപ്രമാണമൊക്കെ. അപ്പോൾ ഇവൻ ഉയർത്തെഴുന്നേക്കുമെന്നുള്ളതൊക്കെ അവർക്കും അറിയാമെങ്കിലും കഥ പറഞ്ഞു വരുത്തി. ഇതൊരു സ്റ്റോറി. എന്തുവാ? ആരോ അവന് ശരീരം. ലൂക്കോസിനെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. വൈദ്യനായ ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോഴും അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയപ്പോഴും അതിന് ബാക്ക്ഗ്രൗണ്ട് പറയുക, സൂക്ഷ്മമായി പരിശോധിച്ചു. ദൈവമക്കളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചറിയണം. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എങ്ങനെ ഭാഷ എഴുതിയിരിക്കുന്നത്? അപ്പൊ ക്രമമല്ലാതെ പലതും എഴുതുന്നുണ്ട്. അവിടെ കഥ പരത്തുന്നുണ്ട്. നസ്രനെതിരായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരുവരെ എഴുന്നേൽപ്പിച്ചു. 12 ശിഷ്യന്മാർ പെടുന്ന ആളല്ല, പക്ഷെ ഒരുവനെ അനോയിന്റ് ചെയ്ത് എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ പരിപാടിയാന്നേ. അവന് കൃപ കൊടുത്ത് എന്തുവാ? സൂക്ഷ്മമായി പരിശോധിച്ച് ക്രമത്തിൽ എഴുതാൻ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1 പറയുന്നത്. അവൻ കഷ്ടം അനുഭവിച്ചതിന് ശേഷം, അഥവാ ക്രൂശ് കഴിഞ്ഞ്. അപ്പൊ ക്രൂശ് കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് തിരുവചനം തെളിയിച്ചു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതറിപ്പോകും. ആരെല്ലാം കഥ നസ്രയനെതിരായി പറയട്ടെ, കഥ അവിടെ അവസാനിക്കുന്നില്ല. കഥ പൊളിക്കുന്നൊരു ദൈവാത്മാവിടെയുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം പറയട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ഭാരതത്തിൽ പെർസിക്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ബിക്കാനേറിൽ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ അതുകൊണ്ട് ഈ മാർഗം നിൽക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇത് അവിടെയല്ലെന്ന് ഇവിടെയും തുടങ്ങിയെന്നേ. ഇവിടെയും തുടങ്ങി. അതുകൊണ്ടൊന്നും ഈ മാർഗം നിൽക്കത്തില്ല. ഇത് എന്ന് വരെ കാണും? അവൻ്റെ വരവോളം ഇവിടെ കാണും. അവിടുന്ന് പിന്നെ ഒരു നിത്യയുടെ ആരംഭമുണ്ട്. സ്തോത്രം. നമ്മുടെ 6ാമത്തെ ആരംഭത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്ന ഉണ്ടോ? അടുത്ത പിന്നൊരു ആരംഭമാണ്. ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ക്രൂശിൽ നിന്നുള്ള മാറ്റിയതിന് ക്രൂശിൽ നിന്നുള്ള ആരംഭം, കഷ്ടം അനുഭവിച്ച ശേഷം വായിച്ചാട്ടോ, ഇന്ന് വായിച്ചാട്ടോ. ജീവിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഓരോ പുസ്തകം എഴുതുമ്പോഴും അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു ഉദ്ദേശമുണ്ട്. മത്തായി എഴുതുന്നത് പോലെയല്ല മർക്കോസ് എഴുതുന്നത്, മർക്കോസ് എഴുതുന്നത് പോലെയല്ല ലൂക്കോസ് എഴുതുന്നത്. യോഹന്നാനാണെങ്കിൽ എൻ്റെ ഡിഫറൻറ്റ്. അതിൽ വചനമുണ്ടായിരുന്നു, മറ്റൊരൊന്നും അങ്ങനെയല്ല തുടങ്ങിയിരിക്കുന്നത്. വംശാവലി, ദാറ്റ്സ് ഗുഡ്, നല്ലതാ. വംശാവലി ആവശ്യമല്ലയോ? ആണോ ഇല്ലയോ? ഞങ്ങൾ കുരങ്ങി നിന്ന് വന്നല്ലെന്നല്ലയോ പറയുന്നേ. ചിലതിനെ കണ്ട അങ്ങനെ തോന്നുമെങ്കിലും ഈ പറയുന്നവനെ അല്ല, അവർ തന്നെ പറയൂ ഞങ്ങളുടെ വലിയപ്പച്ച കുറക്കാനെന്ന്. എന്തിനാ ഇത് പറയുന്നത്? എൻ്റെ ക്രിയേറ്റർ, എൻ്റെ സൃഷ്ടിതാവ്, എൻ്റെ ദൈവമാണെന്ന് പറയുന്നത് എന്ത് അഭിമാനമാണ്. അപ്പോൾ വംശാവലി വേണമെന്നേ. വംശാവലി പറയാൻ ഞാൻ ആരംഭിച്ചത്, ഞാൻ വെറുതെ പൊട്ടിക്കളിച്ചതല്ല. എനിക്കൊരു ആരംഭമുണ്ട്, എനിക്കൊരു അവസാനമുണ്ട്. ഹല്ലേലൂയ. അത് ആരുടെ കൂടെയാ? നിത്യതയിൽ അവൻ്റെ കൂടെയാ. അവസാനമില്ലാത്തവൻ്റെ കൂടെയാ എൻ്റെ അവസാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വംശാവലിയിലുണ്ട്. അത് എഴുതിയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താദാസിൽ കൂടി കേട്ടതുപോലെ അയോഗ്യരായ നമ്മളൊന്നും ഇതിനകത്ത് വരത്തില്ലായിരുന്നു. ഒരു യോഗ്യതയില്ലാത്തവൻ. ചിലക്ക് പ്രൊഫഷൻ സഹിതം എഴുതി വെച്ചിരിക്കുന്നത്, പ്രൊഫഷൻ സഹിതം. കാരണം പരിശുദ്ധാത്മാവ് തെറ്റ് അറിയട്ടെ ആരായിരുന്നു, ഇപ്പൊ ആരായി, എവിടുന്ന് തുടങ്ങി എവിടെ വന്നു അറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോഹന്നാൻ തുടങ്ങുന്നതല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. അതിനെന്താ കുഴപ്പം? വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെയും കുഴപ്പമൊന്നുമില്ല, വചനം ദൈവമായിരുന്നു. ഇല്ല, താഴെ എഴുതുക, ആ വചനം ജഡമായി ഭൂമിയിൽ വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തന്നേ. എത്ര ആധികാരികമായി എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ ആ വ്യക്തി ആണെന്ന് തോന്നുന്നു എന്നതാണോ? അല്ല, നമ്മുടെ ഈ വചനം നമ്മുടെ കൈ കിട്ടിയതല്ലയോ ഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ സംഗീതത്തിൽ ഭാഗ്യവാന്മാരെ പറ്റിയല്ലയോ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ പറ്റിയാ പറഞ്ഞത്, മസ്കിനെ പറ്റിയൊന്നുമല്ല പറഞ്ഞേ. ഞാൻ എന്തുവാ ബില്യനറാ മില്യൻ എന്തോ ഏതാ വലുത്? അതാ വലുത് കേട്ടോ. അത് അങ്ങനെയുള്ള കാര്യമൊന്നും അല്ല. അവനും സമാധാനമില്ലെന്നേ. എപ്പോഴാ തട്ടുന്ന അറിയത്തില്ലെന്നൊക്കെയാ പറയുന്നത്. നമുക്ക് സമാധാനമുണ്ട്, തട്ടുന്ന പേടിയല്ല, അങ്ങ് ചെല്ലുമെന്നുള്ളതാണ് സന്തോഷം. ഒരു സഹോദരനൊക്കെ പറയണേ. പ്രൈസ് ദി ലോർഡ്. കൃപയും യോഹന്നാനെ അതിനുവേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ ലൂക്കോസിനെ ഉപയോഗിച്ചത് നസ്രായന്റെ കഥ കഴിഞ്ഞില്ലെന്ന് പറയാനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ രക്തവുമായി ഹോളി ഓഫ് ഹോളീസിൽ പോകും. തനിക്കു വേണ്ടി ആദ്യം നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവൻ പാപജഡത്തിൽ ജനിച്ചവനല്ല. അങ്ങനെ വായിക്കുന്നവനാ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ജനിച്ചവനാ. ആ വാക്ക് വിട്ടുപോകരുത്. പാപജഡത്തിൽ ജനിച്ചവനല്ല. അങ്ങനെയുള്ളവനെ എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. പാപിയായ മനുഷ്യന് വേണ്ടി ജനിച്ചത് പാപജഡത്തിൽ ജനിച്ചവനല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ, ഇമേജിൽ ജനിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ കഥ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു തുടങ്ങുക. ക്രൂശിന്റെ ചരിത്രം. മഹാപുരോഹിതൻ
ഹോളി ഓഫ് ഹോളീസ്. അപ്പോൾ അവൻ അവിടെ ഉണ്ടോ? ഈ യാഗമൊക്കെ കഴിഞ്ഞാലും ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട് ചിലർക്കൊക്കെ. അതിനുവേണ്ടിയാണ് എന്തുവാ മണിയും മാതളപ്പഴവും ഇങ്ങനെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊക്കെ കെട്ടി ഇങ്ങനെ പോയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, ഇടയ്ക്കൊക്കെ അതുണ്ടോ, അവനുണ്ടോ എന്നൊക്കെ. ശബ്ദം കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആള് പോയി. എന്നാലും ആരും കയറാൻ പറ്റത്തില്ല. ചങ്ങലേ ഉണ്ട്, കാലല്ല, വലിച്ചിങ്ങെടുക്കണം. അതൊരു നിഴലായിട്ട് ഞാൻ കേട്ടത് ചിന്തിക്കുന്നേ ഉള്ളൂ. എന്നാൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഹോളി ഓഫ് ഹോളിയിലേക്ക് പോയി. ഒലിവുമലയിലേക്ക് അവരെ കൊണ്ടുപോയി. അവർ കാണുകെ ഹോളി ഓഫ് ഹോളിയിലേക്ക് അവൻ പോയി. അവൻ അവിടെ ഉണ്ടെന്നുള്ളത് തെളിവ് എഴുതി വെച്ചിരിക്കുന്ന ലൂക്കോസാ. മനസ്സിലാകുന്നില്ല. അവൻ അവിടെ ഉണ്ട് എന്നുള്ളതിന് തെളിവ് എഴുതി വച്ചിരിക്കുന്നത് ലൂക്കോസാ. 2-ാം അധ്യായം. പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്നു. ഇതെങ്കിലും മതിയല്ലോ, ജീവിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയാൻ. ഹല്ലേലൂയ. അങ്ങനല്ലയോ? പക്ഷെ അത് വായിച്ചാൽ 2:1. അപ്പൊ അവിടെ ഒന്നൊരു ശബ്ദം. അതിൻ്റെ അർത്ഥം എന്തുവാ? പോയവൻ അവിടെ ഉണ്ട്. നല്ല മനസ്സിലായില്ലല്ലോ. പോയവൻ, അവന്റെ വസ്ത്രത്തിൽ മണിയും മാതളപ്പഴവും ഒന്നും വേണ്ട. ഇങ്ങോട്ട് വരുന്ന വ്യക്തിയെ കണ്ടാൽ അറിയാം അങ്ങോട്ട് പോയവൻ പറഞ്ഞിട്ടായി വരുന്നത്. ഇതെഴുതി വെച്ചിരിക്കുന്ന, ക്രമമായി എഴുതി വെച്ചിരിക്കുന്ന ആരാ? ലൂക്കോസാ. എന്താ കാര്യം? ഇത് ക്രൂശിന്റെ ചരിത്രമായത്. ക്രൂശ് കൊണ്ട് അവസാനിച്ചില്ല, ക്രൂശായി ഇതിന് കാരണമെന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് വന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ ആര് വരികയില്ല? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരികയില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. പോയ ഉടനെ എനിക്ക് പകരം എന്നെപ്പോലെ ഒരാളിനെ അയച്ചു തരാം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ പെന്തക്കോസുകാർക്ക് ഏറ്റവും വളരെ കാതലായ ഒരു ചാപ്റ്റർ ആക്ട്സ് നമ്പർ 2, 2-ാമത്തെ അധ്യായം. അവനവിടെ ചെന്നു എന്നുള്ള തെളിവ്, അവനവിടെ ഉണ്ട് എന്നുള്ള തെളിവ്. പെന്തക്കോസ് നാൾ 3-ാമൻ ആയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈ ക്രൂശ് കൊണ്ട് ചില നേട്ടങ്ങൾ പലർക്കും ഉണ്ടായി. അറിയാമല്ലോ നോക്ക്. ഇന്നും പലർക്കും അതാ നേട്ടം. ഈ ക്രൂശും ഈ പുസ്തകവും ഏറ്റവും നല്ല ബിസിനസ് മാധ്യമമാണ്. സ്വന്തം ശിഷ്യന് നേട്ടം ഉണ്ടായെന്നേ. അവന് 30 കാശ് കിട്ടി. ഇന്നും ഫൈനാൻസ് അല്ലയോ വിഷയം? ഈ കാണുന്ന നാടകമൊക്കെ എന്തിനു വേണ്ടിയാ? വളരെ സൂക്ഷിച്ചോണം കേട്ടോ. ആത്മീയന് വിവേചനാവരം വേണം. ഇവിടെ വന്ന് അതും ഇതൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ കൃപാവരം കൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ജ്വലിപ്പിച്ചിട്ട്, കഴിഞ്ഞ ദിവസം അച്ഛനാണെന്ന് പറഞ്ഞത്, വീട്ടിൽ വന്ന് ജ്വലിപ്പിച്ചിട്ട് $2 $3 ജോലി ചെയ്ത് കിട്ടിയതുകൊണ്ട് അവർ പോവും. നമുക്കിപ്പോഴും ആ ചെറിയ വീടും അപ്പാർട്ട്മെൻറ്റും ആ ഇതേ ഉള്ളൂ. അവരവിടെ എസ്റ്റേറ്റ് മേടിക്കുക. അവിടെ നാട്ടിൽ നിന്ന് വന്ന് അവരോട് ചോദിച്ചാൽ അറിയാം ഇതൊക്കെ. അവരോട് രാജബഹർ കുറച്ച് നാട്ടിലല്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കോപത്തോട് നോക്കുന്നു. നിങ്ങൾ കൊടുത്തു. ദൈവാത്മാവിന് നിയോഗമില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഒരു പ്രയോജനവും പ്രതിഫലവും ഇല്ല. അതിന് നല്ലത് പിള്ളേർക്ക് ഹാംബർഗർ മേടിച്ച് കൊടുക്കുന്നതാണ്.
സ്തോത്രം പറയാം. ഏതായാലും അവിടെ പോയാൽ അല്ല അഥവാ ഇനി പോവുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇതൊരു ബിസിനസ്സാ. ഇവനെ കൂടെ നടന്നവൻ നസ്രായിലെ കെയർ ഓഫിലല്ലയോ 30 കാശ് കിട്ടിയത്, അതും ക്രൂശ്. ഇവനെ എന്ത് വേണം ചെയ്തോ, എനിക്ക് എന്ത് വേണം? ആരാണ്ട് പണ്ട് പ്രസംഗിച്ചു, ഇവന് മുഴുവൻ അരിപ്പനായിരുന്നു. പൈസ കൂടുതലുള്ളവൻ അരിപ്പത്തരം കൂടുതൽ. ഇത് വാസ്തവമാണ്. സെയിലി കിട്ടിയ കയറാന്നാ പറഞ്ഞു. ഒരു നല്ല കയറാണ് പൊട്ടിപ്പോവും. എന്തോ പ്രയോജനം ഉണ്ടായി? ഇത് തന്നെ സംഭവിക്കാൻ പോവുക. നിങ്ങൾക്ക് മനസ്സിലാക്കിയ സ്തോത്രം. ഇവന്റെ നാമത്തിലുള്ള ആദായമൊന്നും നിലനിൽക്കത്തില്ല. ബൈബിളിൽ അങ്ങനെ വചനമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലഭിക്കുന്ന കർത്താവിന് വേണ്ടി ചെലവാക്കിയാൽ, സുവിശേഷം എന്ന പേര് പറഞ്ഞ് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ലഭിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ നീ എങ്ങും ആഡ് കൊടുക്കണ്ട. അവിടെ ചെല്ലുമ്പോൾ പ്രയോജനമുണ്ട്, പ്രതിഫലമുണ്ട്. സമയം പോയല്ലോ, ഇന്നും പോവും. യൂദായ്ക്ക് കിട്ടി 2 മഹാപുരോഹിതനും ശാസ്ത്രിമാനും പരിസരം തലവേദന ഒഴിഞ്ഞു കിട്ടി. ഈ കഴിഞ്ഞ 3.5 വർഷം ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും. ഏതായാലും നസ്രായൻ്റെ കഥ കഴിഞ്ഞു. അവർക്ക് ഒരു കാര്യം മാത്രം അറിയത്തില്ലായിരുന്നു, ഇവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്. ഒരു 3-ാം ദിവസം ഉണ്ടെന്നുള്ള ആ വെളിപ്പാട് അവന് കിട്ടിയില്ല. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരിതെല്ലാം വായിച്ച് പഠിച്ചവരാ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷന്മാരാ. അങ്ങനെയല്ലേ മഹാപുരോഹിതനൊക്കെ ആകുന്നത്. സ്തോത്രം. പക്ഷേ അവർക്ക് വെളിപ്പാട് കിട്ടിയില്ല. 3 തൽക്കാല മരണം മാറിയ ഒരുത്തൻ, ബറബാസ്. തൽക്കാലം മരണം, പിന്നീട് മരിച്ചു കാണും. അല്ല, മരിച്ചു മരിച്ചു കാണുമെന്നല്ല, മരിച്ചില്ലാതെ കാണുന്നത്. ആരാണ്ട് പറഞ്ഞു, അത് ബൈബിളൊന്നുമില്ല, ഞാൻ വായിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടതാണ് കേട്ടോ. പുള്ളി പിന്നീട് രക്ഷിക്കപ്പെട്ടത് ബറബാസ്. നല്ലതാ. നസ്രായൻ്റെ ക്രൂശ് അവനും കണ്ടു കാണും. അങ്ങനെയാണ് ക്രൂശിൻ്റെ അടിയിൽ ആ ബറബാസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. അത് ബൈബിൾ എഴുതിയിട്ടില്ല. അത് കണ്ടിട്ട് അവനും ഒരു ദൈവവേദനായി എന്ന അറിവ്. അങ്ങനെയാണ് ശിമോനും, പ്രേരണക്കാരനായ ശിമോനും അങ്ങനെയാ ക്രൂശ് കണ്ടിട്ടാ വിശ്വാസത്തിലേക്ക് വന്നെന്ന് അറിയുന്നത്. റൂഫസും അലക്സാണ്ടറും ഒക്കെ അവൻ്റെ മക്കളായിരുന്നു. മുമ്പോട്ട് അടുത്ത് ഹേരോദാവും പിലാത്തോസും എന്തു ചെയ്തു? എന്തോല്ല ബെനിഫിറ്റാ ക്രൂശ് കൊടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിവരെ ക്രൂശ് കൂട്ടാക്കി. അടുത്ത് പരദേശികളെ കുഴിച്ചാൻ ഒരു നിലം കിട്ടി, രക്തനിലം. അത് തന്നെ പരദേശികളെ കുഴിച്ചിടാൻ. അതുപോലെ എന്ത് ചെയ്തു? അങ്ങനെ ഒരു അപ്പൊ ക്രൂശ് ആർക്കെല്ലാം ബെനിഫിറ്റാന്ന് നോക്കിയേ. അടുത്ത് പടയാളികൾ. അമ്മ വീട്ടിൽ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പം ഒരു നല്ല സിൽക്കിൻ്റെ കഷ്ണം കൊണ്ടുവന്ന്. അമ്മ ഇതെവിടുന്ന? ഇത് നസ്രായൻ്റെ അങ്കിയുടെ ഒരറ്റ. അതെ, എന്തോ ഒരുത്തനെ കിട്ടിയുള്ളൂ. തീട്ടിട്ടെടുത്ത, മുറിച്ചൊന്നുമില്ല, തീട്ടിട്ടെടുത്ത. അയ്യോ, അത് വെച്ചുകൊണ്ടിരിക്കുക. എന്നാലും അവന് കിട്ടിയില്ലേ? അതിനും ക്രൂശല്ലേ കാര്യം. ഇനി ഒരു മരിച്ച വിശുദ്ധന്മാർ കല്ലറിന്ന് ഉയർത്ത്. പിന്നീട് ആരും മരിച്ചു കാണുന്നല്ല മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് പോകാം. ഇനി നമുക്ക് ലഭിച്ച 2 മിനിറ്റ് കൊണ്ട് പറയാം. നമുക്ക് ലഭിച്ചത് റോമർ 8:3 ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. നമ്മുടെ ആരംഭം തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ?
റോമർ 8:3 വായിക്കാം. 2:3. മതി. ഈ വാക്യം വായിച്ച് കേരളത്തിൽ ഒരു ദേവദാസൻ, ഞാൻ കേട്ട അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടതാ, കേരളത്തിൽ ഒരു ദേവദാസൻ ഈ സാക്ഷ്യം വെച്ച് ക്രൂശിനെ പറ്റി പ്രസംഗിക്കുക. അപ്പോൾ ക്രൂശിന് എന്ത് ചെയ്തു? പാപത്തിന് പരിഹാരം ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിയാതിരുന്നത്. സ്തോത്രം. അപ്പൊ കഴിയാത്തതിനെ സാധിക്കുന്നവനായവൻ. സ്തോത്രം പറയാമോ? ഒരു ഹിന്ദിക്കാരി സഹോദരി ജാർഖണ്ഡിലിരുന്ന് ഓൺലൈനിൽ കൂടെ ഈ പ്രസംഗം കേട്ടു. പുള്ളിക്കാരത്തേക്ക് വലുതായിട്ടൊന്നും ഗ്രഹിച്ചില്ല, പക്ഷേ ഒരു കാര്യം ഗ്രഹിച്ചു, മനുഷ്യന് സാധിക്കാത്തതിനെ സാധിപ്പിക്കുന്നവനെന്ന്. ഇവിടെ എഴുതിയ കോണ്ടെക്സ്റ്റ് വേറെയാ. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അത് അക്ഷരികമായും അച്ചട്ടായും അത് തന്നെയാണ് അവിടെ. പക്ഷേ കേരളത്തിലും മലയാളി പ്രാവശ്യം പ്രസംഗിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ടപ്പോൾ ഒരു ഹിന്ദിക്കാരത്തി മാറാരോഗത്തിന് അടിമയായിരുന്നവൾ ഈ വചനത്തിൽ വിശ്വസിച്ചു. കഴിയാത്തതിനെ സാധിപ്പിക്കുന്നവൻ. ആ നിമിഷത്തിൽ സൗഖ്യം വന്നു. ഒരു സ്വതന്ത്രമൊക്കെ പറയണേ, നമ്മൾ രോഗമുള്ളവരെല്ലാം കൊണ്ടുപോയിട്ട് രോഗശാന്തി വരെ വരപ്രാപ്തിയിൽ വന്നിരിക്കുന്നു എന്നൊന്നും പറയണ്ട. ഈ വചനത്തിൽ ശാരീരിക സൗഖ്യവുമുണ്ട്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന അതല്ല. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ എന്തുവാ? എനിക്ക് പാപപരിഹാരം വരുത്താൻ കഴിയാതെ സാധിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് രണ്ടാമത്തെ ഞാൻ പെട്ടത് മനുഷ്യനെ അഡ്രസ് ഉള്ളവനാക്കി മാറ്റി. മൂന്നാമത് പറഞ്ഞു വിടാം, ഈ അടുത്ത ആഴ്ച കണ്ടൊന്നും ചെയ്യത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധ്യമാക്കി. എന്തുവാ? എൻ്റെ പാപത്തിൻ്റെ പരിഹാരം. ഞാൻ സ്വതന്ത്രനായി. ഒരു പുതിയ ആരംഭം എനിക്ക് ക്രൂശിൽ കൂടെ ലഭിച്ചു. രണ്ട്, മനുഷ്യനെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി നമുക്ക് ഒരു ആർക്കെങ്കിലും, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ അഡ്രസ് ഉള്ളവനാക്കിയെന്ന് മാറ്റുന്നത്? ആർക്കെങ്കിലും പറയാമോ? വിളിക്കുന്നത് നമ്മൾ ദൈവമക്കളല്ല വിളിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മോനാന്ന് പറയാമോ? മനസ്സിലായില്ല. ദൈവമക്കളല്ലാത്ത ആരെങ്കിലും ഇറങ്ങി ഞാൻ ദൈവത്തിന് മോനെന്ന് പറയുമോ? നമുക്ക് പറയാമെന്നേ. ഞാൻ PV ഉമ്മൻ്റെ മോനാണെന്ന് പറയുമ്പോൾ എനിക്കൊരു വീടുണ്ടെന്നല്ലേ അർത്ഥം? എനിക്കൊരു അപ്പനുണ്ടെന്നല്ലേ അർത്ഥം? എനിക്കൊരു ഭവനമുണ്ടെന്ന്, എനിക്ക് അഡ്രസ്സ് ഉണ്ടല്ലേ? അപ്പം മാനവജാതിക്ക് ഇല്ലാതെ അഡ്രസ്സ് കൊടുത്ത ക്രൂശ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ഹല്ലേലൂയ പിതാവിനോട് നിരപ്പിച്ചു. ആത്മീയ ജീവിതത്തിന്റെ പങ്കാളിത്തം തന്നു. ക്രൂശ സന്തോഷം നമുക്കറിയാമല്ലോ. ഇബ്രാഹിം 12 മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ കണ്ട്. എന്തുവായി സന്തോഷം? നമ്മളാ. നരകം മാറി സ്വർഗം ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചു. അന്ധകാരം മാറി അത്ഭുത പ്രകാശം ലഭിച്ചു. മരണം നീങ്ങി നിത്യജീവൻ ലഭിച്ചു. ക്രൂശ് മുഖാന്തരം നിത്യത ഉറപ്പാക്കി. സ്വതന്ത്രം പറയണേ. നമുക്കൊന്ന് എഴുതേക്കാം. ഇതുവരെ ഇവർ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര നേരം പോയത്. നമുക്ക് ഒന്ന് കേട്ടോണേ. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പറഞ്ഞ് എടുത്ത് തുറക്കുന്നുണ്ടോ? ക്ഷണിക്കാതെ ഒരു വ്യക്തി മറിയുടെയും മാർത്തയുടെയും വീട്ടിൽ ചെന്നു. ആരാന്നറിയാമോ? യേശു. യോഹന്നാൻ 12 അവനെ ക്ഷണിച്ചിട്ടല്ലേ ചെന്നത്. പക്ഷെ ആ വീട്ടിൽ അവനങ്ങ് ചെന്നു. പോകേണ്ടത് പെരുന്നാളിൻ്റെ അവിടോട്ടായിരുന്നു, പക്ഷെ ഇവിടോട്ട് ചെന്നു. അവർ അവന് ഒരു വിരുന്ന് ഒരുക്കി.
അവിടെ മാർത്ത ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. മറിയയോ കാൽ ചുംബിക്കുന്നു, അല്ലെങ്കിൽ തൈലം പൂശുന്നു. എന്താ കാര്യം? ഈ ഭവനത്തിൻ്റെ മരണം നീക്കി. 11-ാം അധ്യായം മാറ്റി 12-ാം അധ്യായത്തിൻ്റെ ആരംഭം ഇട്ടവൻ ഇവനാ. ഒരു സ്തോത്രം പറയാമോ? 11-ാം അധ്യായം ആരംഭിച്ച കണ്ണുനീരില്ല. രോഗിയായ സഹോദരന് വേണ്ടി വിവരം അറിയിച്ചു, അവൻ വന്നില്ല. രോഗി മരിച്ചുപോയി. 4 ദിവസം വരെ ആ ഭവനം കണ്ടോലൻസ് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 12-ാം അധ്യായം ആ കുടുംബത്തിന്റെ ഒരു പുതിയ ആരംഭമാണ്. ഭവനത്തിന്റെ മരണം നീക്കി ജീവൻ തന്നവൻ. ക്യോനാബോലും തേരി ചേർന്നൊന്ന് പാടി ആരാധിക്കണേ. ജയ ജയकार ജയ जयकार तूने मेरे लिए क्या कुछ न किया. जय जयकार जय जयकार तूने मेरे लिए क्या कुछ न किया. तेरा प्यार है वहाँ, तेरा प्यार है यहाँ. मैं जो पहले मुर्दा था तूने डाली मुझ पे जान. तेरा प्यार है वहाँ, तेरा प्यार है यहाँ. मैं जो पहले मुर्दा था तूने डाली मुझ पे जान. क्यों ना बोलूं फिर मैं तेरी जय जयकार. क्यों ना बोलूं फिर मैं तेरी जय जयकार. जय जयकार जय जयकार तूने मेरे लिए क्या कुछ न किया. जय जयकार जय जयकार तूने मेरे लिए क्या कुछ न किया. मेरी सूरत बिगड़ी थी, मेरा दिल था खाली. तूने सींचा दागों से ताकि आए हरियाली. मेरी सूरत बिगड़ी थी, मेरा दिल था खाली. तूने सींचा दागों से ताकि आए हरियाली. क्यों ना बोलूं फिर मैं तेरी जय जयकार. क्यों ना बोलूं फिर मैं तेरी जय जयकार. जय जयकार जय जयकार तूने मेरे लिए क्या कुछ न किया. जय जयकार जय जयकार तूने मेरे लिए क्या कुछ न किया. ആദുവാവർണ്ണനീയം പാപമരണമേറ്റെന്നിൽ പുതു ജീവൻ നൽകിയോ. സ്നേഹം മാന്യം ആദുവാവർണ്ണനീയം പാപമരണമേറ്റെന്നിൽ പുതു ജീവൻ നൽകിയോ. ഞാനങ്ങേ വാഴ്ത്തുന്നേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൃപ എത്രയോ വലിയത്. ഹല്ലേലൂയ. ഓ വാഴ്ത്തുമ്പേ വാഴ്ത്തുമ്പേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുമ്പേ വാഴ്ത്തുമ്പേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുമ്പേ
Hallelujah. Praise the Lord. Hallelujah, 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 hallelujah. We praise you, Lord. We praise you, Lord. We thank you, Lord. Hallelujah. Praise you, praise you, praise you, praise you, praise you, praise you, praise you. Thank you, Lord. Thank you, Lord. Thank you, Lord. We worship you. We worship you. We worship you. Hallelujah. ജീവിതത്തിൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി, 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 നന്ദി. പുതിയ ആരംഭം ഞങ്ങൾ കുറിച്ചതിനായി നന്ദി, നന്ദി, നന്ദി. ക്രൂശിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി നന്ദി, നന്ദി, നന്ദി. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Sinners like us. The benefit of the cross, the blessing of the cross is that we have a new life. He laid down his life for us. Amen.